ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ എത്തിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയെ ശ്വാസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി മനുഷ്യരുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ് സെലൻസ്കി എന്ന് ട്രംപ് വിമർശിച്ചു. അമേരിക്കയും ഒപ്പം ട്രംപിനെയും സെലൻസ്കി അപമാനിക്കുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിമർശനം. വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു പോകണമെന്നും സെലൻസ്കിയോട് അമേരിക്ക ആവശ്യപ്പെട്ടു. സംയുക്ത പത്രസമ്മേളനവും ധാതുകനം സംബന്ധിച്ച കരാർ ഒപ്പിടുന്നതുമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യം ട്രംപിൻ്റെ പ്രതികരണം, അതിനുശേഷം ഐസൻ ജോസ് ചെയ്ത വിശദമായ വിവരങ്ങളുമായി. You're in no position to dictate what we're going to feel. We're going to feel very good. Feel influenced. We're going to feel very good and very strong. You will feel influenced. You're right now not in a very good position. You've allowed yourself to be in a very bad position, and he happens to be right about it. From the very beginning of the war. You're not in a good position. You don't have the cards right now. With us, you start having cards. Right now, you don't. You're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. യെസ്, ഐസൻ, ഈ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ തുടക്കം മുതൽ യുക്രൈനൊപ്പം നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനൊപ്പം നിന്ന് നിലപാടായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. പലപ്പോഴും യുക്രൈന് പണവും ആയുധവും ഒക്കെ എത്തിക്കുന്നതിനുമൊക്കെ മുൻ അമേരിക്കൻ ഭരണകൂടം വല്ലാതെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പാടെ ഒരു യു ടേൺ ആണ് ട്രംപ് എത്തിയതോടുകൂടി. മാത്രമല്ല, വൈറ്റ് ഹൗസിൽ നിന്ന് മടങ്ങിപ്പോകണമെന്ന് സെലൻസ്കിയോട് പറയുന്ന തരത്തിലേക്ക് ആ ബന്ധം വഷളാകുന്നു. സ്വാഭാവികമായും യുക്രൈനെ പൂർണ്ണമായും അമേരിക്ക കൈയൊഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും ഉമേഷ്, ഇപ്പോൾ നമുക്ക് കേട്ട വാക്കുകളിൽ നിന്നും ട്രംപിൻ്റെ പ്രതികരണത്തിൽ നിന്നെല്ലാം തന്നെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതാണ് അമേരിക്കയിലെ മീഡിയയുടെ മുന്നിൽ ആദ്യം നടന്ന, അതായത് കൂടിക്കാഴ്ചകൾക്ക് മുന്നോടിയായി നടക്കുന്ന ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിന് സമാനമായൊരു രീതി, ഒരു ചർച്ച. ആ ചർച്ചയിൽ ഒരു പൊതു നിലപാടുകൾ മാധ്യമങ്ങളോട് പറയുന്നൊരു രീതി ഈ അടുത്ത കാലങ്ങളിലായി ട്രംപ് കൃത്യമായി അനുവർത്തിക്കുന്നുണ്ട്. അതിന് ശേഷമുണ്ടാകുന്ന ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളും ഔദ്യോഗികമായ പരിപാടികളും നടക്കുകയും ചെയ്യും. ഈ ആദ്യ ചർച്ചയിൽ തന്നെ 10 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചർച്ചയിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇരു നേതാക്കളുടെയും ഇടയിലുണ്ടായത്. കൃത്യമായി ഇത് തുടങ്ങി വെച്ചത്, അതായത് ഒരു സമാധാനം ഡിപ്ലോമസിയിലൂടെ, അതായത് ഡിപ്ലോമസിയിലൂടെ പരസ്പര ധാരണയിലൂടെ സമാധാനം ഉറപ്പാക്കുക എന്ന ആശയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് JD വാൻസിൻ്റെ ആ ഒരു നിലപാട് കൃത്യമായി അദ്ദേഹം ചർച്ചയിൽ ആദ്യം ഉന്നയിക്കുകയും ആ ഉന്നയിച്ച ഉടൻ തന്നെ അതിനിടയിൽ കയറി സെലൻസ്കി അതിനെ എതിർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. എന്ത് തരത്തിലുള്ള ഡിപ്ലോമസിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലൊക്കെ കുറേ കൂടി ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടുള്ളൊരു മറുപടി തന്നെയാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. സ്വാഭാവികമായും ആ ചർച്ചയെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയായിരുന്നു. തുടർന്നാണ് ട്രംപ് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള ചൂതുകളികളാണ് താങ്കൾ നടത്തുന്നത്, അതായത് ജീവിതം കൊണ്ടും നിരവധി മനുഷ്യരുടെ, ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം കൊണ്ടും അതുപോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം കൊണ്ടും താങ്കൾ ചൂതാടുകയാണ് എന്ന നിലപാടാണ് ട്രംപ് മുഖത്തടിച്ച പോലെ സെലൻസ്കിയോട് പറയുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ബൈഡൻ്റെ ഭരണകാലത്ത് വലിയ തോതിൽ സൈനികവും സാമ്പത്തികവും അല്ലാതെയുമായ പിന്തുണ, അതായത് ബൈഡൻ അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുൻപ് പോലും വലിയൊരു ആയുധ കരാർ യുക്രൈനുമായി തയ്യാറാക്കിയിരുന്നു. അത് കോൺഗ്രസിൻ്റെ അംഗീകാരത്തിന് അയച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി പോവുകയും ചെയ്തത്. അത്തരത്തിലുള്ള കടുത്ത നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പകരമായി നേരത്തെ വലിയ പിന്തുണ അമേരിക്ക സെലൻസ്കിക്ക് നൽകുന്ന, അല്ലെങ്കിൽ യുക്രൈന് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഈ ചർച്ചകളിലെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സെലൻസ്കി വലിയ തോതിലൊരു റെബലിയൻ സ്വഭാവം കാണിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ താങ്കളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ശക്തമായൊരു ബന്ധം സ്ഥാപിക്കാനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഫ്രാൻസ് ഒന്ന് ഇടപെട്ടു ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഇതിൽ ഈ ഇരുവരുടെയും സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷം പിടിക്കുന്നു ട്രംപ് എന്നൊരു ആക്ഷേപം സെലൻസ്കിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. താൻ യൂറോപ്യൻ യൂണിയൻ്റെ ഒപ്പമാണ് എന്ന നിലപാട് ട്രംപ് പറയുന്നു. യുക്രൈൻ ഏറെക്കുറെ ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഈ വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ പ്രതികരണത്തിനിടയിൽ ഒരു പൊരുത്തക്കേട് പലപ്പോഴും തോന്നുന്നുണ്ട് ഐസൻ. തീർച്ചയായും വലിയൊരു പൊരുത്തക്കേട് തന്നെയാണ് ഉമേഷ് സൂചിപ്പിച്ച ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം യുക്രൈനെ യൂറോപ്യൻ യൂണിയൻ അംഗമാക്കുന്നതിനുള്ള പ്രാഥമിക ഘട്ട ചർച്ചകൾ, ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ അംഗമാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചർച്ചകളും നടന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതും. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ നേരിട്ട് മുഴുവൻ രാജ്യങ്ങളും പങ്കെടുത്തില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ യുക്രൈനിന് ലഭിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, യുക്രൈനിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെ
കനേഡിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു വലിയ പിന്തുണ യുക്രൈനെ ആർജിക്കാൻ സാധിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ കെയർ സ്റ്റാമർ അമേരിക്ക സന്ദർശിക്കുകയും വിഷയം ഉന്നയിക്കുകയും ചെയ്തത്. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് കൃത്യമായ നിലപാട് ട്രംപ് അറിയിച്ചതിന് തൊട്ടടുത്ത ദിവസം സെലൻസ്കി എത്തി പ്രശ്നങ്ങളാകെ വഷളാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പ്രധാനമായും യുക്രൈനിലെ ധാതു ഖനനം സംബന്ധിച്ച ചില ധാരണകളുടെ വിഷയങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിലൊരു ധാരണയിലെത്താമെന്നൊരു ചർച്ച, അത്തരത്തിലൊരു നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് ഈ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ തകർന്നുപോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, സംയുക്ത പ്രസ്താവന മാറ്റിവെച്ചിരിക്കുന്നു. ഏറ്റവും ഗുരുതരമായത്, നാളിതുവരെ കേട്ടിട്ടില്ലാത്ത അമേരിക്കയിലെത്തിയ ഒരു ലോക നേതാവിനോട് വൈറ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു പോകാൻ അമേരിക്ക പറയുന്നൊരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണ് ഈ വിഷയം ചെന്ന് എത്തുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഏറെക്കുറെ ആ ബന്ധം പൂർണ്ണമായും അവസാനിക്കുന്ന എന്ന തരത്തിലേക്ക് വേണം. കാരണം വൈറ്റ് ഹൗസിൽ നിന്നൊക്കെ മടങ്ങിപ്പോകാൻ പറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഐസൻ, മറ്റൊരു കാര്യം കൂടി, റഷ്യയിലേക്ക് ട്രംപിൻ്റെ ഒരു യാത്ര നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഇപ്പോഴത്തെ ഈ ആശങ്കയും ആശയക്കുഴപ്പമൊക്കെ ഒരുമിച്ച് ചേർത്ത് വെക്കണ്ടേ? തീർച്ചയായും ട്രംപിൻ്റെ യാത്ര മെയ് 9 റഷ്യയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യുദ്ധ 80ാം വാർഷികത്തിൻ്റെ ആ ഒരു ഭാഗമായുള്ള സന്ദർശനമാണ് ട്രംപ് നടത്തുകയും ചെയ്യുന്നത്. ഭാരതത്തിലെ പ്രധാനമന്ത്രിയും അവിടെ എത്തുന്നുണ്ട്. അത്തരത്തിലൊരു വലിയൊരു സംഗമം അവിടെ നടക്കുന്ന വേളയിൽ സ്വാഭാവികമായും ട്രംപ് എത്തുകയും കൂടിക്കാഴ്ചകൾ നടക്കുകയും ചെയ്യുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ വിഷയം പരിഹരിക്കുന്നതിനെ ആദ്യം ട്രംപ് നേരിട്ടിടപെടുന്നത് പുടിനുമായാണ്. അതിനുശേഷം സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അന്ന് സെലൻസ്കി തന്നെ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് നീങ്ങിയത്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ചർച്ചകൾ നടന്നു. മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി, വിദേശകാര്യ ചുമതലയുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ചർച്ചകൾ നടന്നു. അത്തരത്തിൽ വിശാലമായ ചർച്ചകൾ അമേരിക്ക ട്രംപുമായി നടത്തിയതിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പിന്തുണയോടെ തന്നെ, അല്ലെങ്കിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ തന്നെ കൃത്യമായ ഒരു ആശയ സംവേദനത്തിനുള്ള നീക്കം യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ഇതെല്ലാം അവസാനിച്ച ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും എല്ലാം തീർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു ലോക നേതാവിനോട് ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ തിരിച്ചു പോകുക എന്നൊക്കെ പറയുന്ന ഒരു മാന്യമായ രീതിയിൽ പറയുന്നുവെങ്കിൽ കൂടി തീർത്തും ആ ബന്ധം വഷളായിരിക്കുന്നു. ഇനി ആയുധ ഇടപാടുകൾ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ജനുവരി 18 മറ്റും നടന്ന 16 എല്ലാം തന്നെ നടന്ന പല കരാറുകളുമുണ്ട് അമേരിക്കയുമായി, സെലൻസ്കിയുമായി നടത്തിയത് അല്ലെങ്കിൽ യുക്രൈനുമായി നടത്തിയത്. അതെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലുള്ള ഒരു വിമർശനവും ഒരു മുന്നറിയിപ്പും തന്നെയാണ് സെലൻസ്കിക്ക് നൽകിയിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമായി തുടരുന്നത് ഈ ബന്ധം വഷളായി എന്നതിന് തെളിവ് തന്നെയാണ്. ഏറെക്കുറെ യുദ്ധത്തിന് കാരണം സെലൻസ്കിയാണ്, അല്ലെങ്കിൽ ജീവിതം വെച്ച് കളിക്കുകയാണ്, ഒരുപാട് ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് സെലൻസ്കി എന്നാണ് ട്രംപിൻ്റെ പരാമർശം. അമേരിക്കയിലെത്തിയ സെലൻസ്കിയോട് എത്രയും വേഗം മടങ്ങിപ്പോകാനും ട്രംപ് നിർദ്ദേശം നൽകി, അമേരിക്ക നിർദ്ദേശം നൽകി. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.